വിശ്വാസിയായിട്ടില്ലെങ്കിലും നബിയുടെ മൂത്താപ്പയായ പിതാവിന്റെ ജ്യേഷ്ഠനായ അബൂ ത്വാലിബ് നബിയോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചയാളായിരുന്നു. വിശ്വാസിയായിട്ടില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ വെറുതെ സ്നേഹം പ്രകടിപ്പിച്ച് നാവുകൊണ്ട് അത് പറഞ്ഞ് ഹൃദയത്തിന്റെ അകത്താ വിശ്വാസവും ഈമാനിന്റെ ചൈതന്യവും നിലനിർത്താത്തവരാണെങ്കിൽ അബൂ ത്വാലിബ് നമുക്ക് ഏറ്റവും വലിയ ഒരു മാതൃക കൂടിയാണ്. നബിയോട് വലിയ സ്നേഹമായിരുന്നു. ഹബീബായ നബിക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ വിശ്വസിച്ചില്ല, ഈമാൻ ഉണ്ടായിരുന്നില്ല, മുസ്ലിം ആയില്ല, ആക്ഷേപാർഹനൊന്നുമല്ല. വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപുള്ള സമയം മുഹമ്മദുർ റസൂൽ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയുടെ അടുക്കൽ പോയി പറയുന്നുണ്ട്, ഒന്ന് കലിമ ചൊല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയോ. അബൂ ത്വാലിബ് മറുപടി പറഞ്ഞു, മുഹമ്മദ്, എനിക്കറിയാം നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദീന് സത്യമാണ് എന്ന്. പക്ഷേ ഈ സമയത്ത് നിന്നെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാനൊരു ഭീരുവായിരുന്നു എന്ന് എന്നെ കുറിച്ച് ഖുറൈശികൾ പറയുമല്ലോ. അതുകൊണ്ട് ഞാനതിന് തയ്യാറാകുന്നില്ല. മുശ്രിക്കായ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിന്റെ വിധിപ്രകാരം അബൂ ത്വാലിബ് ലോകത്തോട് വിട പറഞ്ഞു പോയി. ഹദീസിൽ കാണാം, നരകത്തിൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ, ഒരു ഹദീസിൽ നരകത്തിലുള്ള ഒരു ചെരുപ്പ് നൽകപ്പെടുമെന്നതാണ്. മറ്റൊരു ഹദീസിലുള്ളത് നരകത്തിന്റെ വക്കിലൂടെ അള്ളാഹു ആ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നയാളെ ഇങ്ങനെ നടത്തും. അതും സഹിക്കാൻ കഴിയില്ല. ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ മനുഷ്യൻ അബൂ ത്വാലിബാണ് എന്ന് പറയപ്പെടുന്നതായി മഹാന്മാർ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ അബൂ ത്വാലിബിന്റെ നിര്യാണം, അതുപോലെ എല്ലാ സമയത്തും ഹബീബായ റസൂലുള്ളാഹിക്ക് സ്നേഹം നൽകിയ, സാന്ത്വനം നൽകിയ, സമ്പത്ത് കൊണ്ട് നബിയെ സഹായിച്ച അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ആ സാന്നിധ്യം, അത് രണ്ടും നഷ്ടപ്പെട്ടു പോയ വർഷത്തിലാണ് അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും കാണിച്ച് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അല്ലാഹു തന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്. ആ സംഭവമാണ് മിഅ്റാജ്. ഇസ്രാഉം മിഅ്റാജും ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന സംഭവമാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ രാപ്രയാണം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശ ലോകത്തേക്ക് നടത്തിയ സുദീർഘമായ ആ യാത്ര. മസ്ജിദുൽ അഖ്സ ഇന്നും അതിന്റെ ശേഷിപ്പുകൾ നിലനിർത്തിയിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഖുബ്ബത്തുസ് സഖ്റ, അവിടെ വലിയ ഒരു പാറയുണ്ട്, അതിന് മുകളിൽ വലിയ ഒരു കുബ്ബയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മിഅ്റാജ് പോയത് എന്നാണ് ചരിത്രത്തിലുള്ളത്. എല്ലാം കൊണ്ടും സവിശേഷമായ ഒരു രാവ്, മിഅ്റാജിന്റെ രാവ്. ആ രാവിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കണ്ടതെങ്കിൽ ആ സ്വർഗത്തെയാണ് ഇന്ന് രാവിലെ നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് തേടുന്നത്. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, സ്വർഗം തേടണം, നരകത്തിൽ നിന്ന് അള്ളാഹിനോട് കാവലും തേടണം. മുഅ്മിനീങ്ങളത് തേടുന്നവരാണ്. തേട മാത്രമല്ല, അതിനു വേണ്ടി ദുആ ചെയ്യുന്നവരുമാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫമിനൻ നാസി മൻ യഖൂൽ, ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെന്താ പറയാ?
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, അത്രേ പറയുള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ തരേണമേ. അവരാഗ്രഹിക്കുക ഇവിടുത്തെ സുഖം, ഇവിടെ കഴിക്കാൻ ഉതകുന്ന നല്ല ഭക്ഷണം, ഇവിടെയുള്ള നല്ല വീട്, ഇവിടെയുള്ള സൗകര്യങ്ങൾ, അതേ അവരാഗ്രഹിക്കുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങളിൽ അതിനപ്പുറത്തേക്കുള്ള ഒന്നും ഉണ്ടാവുകയില്ല. നശ്വരമായ ലോകത്തുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാകും. പണം സമ്പാദിക്കുവാൻ അവരേത് ഹീനമായ മാർഗവും സ്വീകരിക്കും. കാരണം അവരുടെ ആഗ്രഹം ആതിനാ ഫിദ്ദുനിയാ. ഓൽക്കൊരു പക്ഷേ അത് കിട്ടും. ദുനിയാവിൽ അവരുദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാലോ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്കതിന്റെ യാതൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. കാരണം അവരത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഖിറത്തിൽ ലഭ്യമാകേണ്ട സ്വർഗത്തെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് ഖുർആൻ പറയും. എന്നാൽ വമിൻഹും മൻ യഖൂൽ, ഇങ്ങനെ പറയുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെ പറയുന്നവർ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ഇതൊരു ദുആയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആ ഇതായിരുന്നു. അവിടുന്ന് ചെയ്ത ഒരേ ഒരു ഹജ്ജിൽ ആവർത്തിച്ച് ഹബീബായ നബി തിരുമേനി ഈ ദുആ ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നല്ല രസമുള്ള ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് തരേണമേ. ദുനിയാവിൽ നല്ലതെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിജയിക്കാൻ ആവശ്യമായ എന്തെല്ലാം നന്മകളുണ്ടോ, സൗഭാഗ്യങ്ങളുണ്ടോ, എന്തെല്ലാം ഗുണപരമായ കാര്യങ്ങളുണ്ടോ, അത് മുഴുവൻ ഞങ്ങൾക്ക് നീ തരേണമേ. നല്ല ആരോഗ്യം, നല്ല മനസ്സ്, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല ചുറ്റുപാട്, നല്ല വീട്, നല്ല ഭരണാധികാരി എന്ന് തുടങ്ങി എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് നീ നൽകണം. അത് മാത്രം നൽകിയാൽ പോരാ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ തരണം. സംഗ്രഹിച്ചു പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ തരണമെന്നാണ് വിശ്വാസികൾ അല്ലാഹുവിനോട് ചോദിക്കുക. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അങ്ങനെ ദുആ ചെയ്യുന്നവരുണ്ടല്ലോ, ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവരീ ദുനിയാവിൽ ചെയ്തതിന് പരലോകത്തവർക്ക് ഗുണം ലഭ്യമാകുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വിചാരണ എളുപ്പമാക്കുന്നവനുമാകുന്നു. അപ്പൊ ഇതൊരു ദുആയാണ്. വഫിൽ ആഖിറതി ഹസന, നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹിനോട് ചോദിക്കുമ്പോ ശങ്കിക്കാൻ പാടില്ല. മനുഷ്യന്മാരോട് ചോദിക്കുമ്പോ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, സഹായം തേടുകയാണെങ്കിൽ വലിയ ആശങ്കയായിരിക്കും. എന്താ ആശങ്ക? ചോദിച്ചാ തരുമോ? കൊടുക്കുന്ന ആൾക്കും ആശങ്കയായിരിക്കും, അവന് കൊടുത്താൽ തിരിച്ചു തരുമോ? അങ്ങനെയാണ് ലോകത്തുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. റഹ്മാനായ റബ്ബിന്റെ സവിശേഷത അങ്ങനെയല്ല.
നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കൂ, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അല്ലാഹു തമ്പുരാനുണ്ടല്ലോ, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു ഐശ്വര്യവാനും സ്തുതിക്കപ്പെടുന്നവനുമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ലിൽ ഇജാബ. നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ചോദിക്കണം. തമ്പുരാനെ, ഞാൻ ഒരുപാട് ദോഷം ചെയ്തയാളാണല്ലോ, കുറെ കുറ്റങ്ങൾ ചെയ്തയാളാണല്ലോ, പക്ഷേ നമ്മൾ ചോദിക്കാൻ മടിക്കണ്ട. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിരന്തരമായി തേടുമ്പോ, അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോ, സ്വാഭാവികമായും വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ആ തേട്ടം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഖൈറായ കാര്യങ്ങളുടെ വിചാരങ്ങൾ വരും. ചോദിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാൻ മടിക്കരുത്. അല്ലാഹു നമുക്ക് സ്വർഗം തരാൻ, ആ സ്വർഗത്തിലേക്കുള്ള അമലുകൾക്കുള്ള തൗഫീഖിന് വേണ്ടി തേടണം. വെറും സ്വർഗം തേടിയാ പോരാ, അല്ലാഹുവിനോട് തൗഫീഖിന് വേണ്ടി തേടണം. അതാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, അഥവാ ഒരുപാട് അമൽ ചെയ്യുവാനുള്ള സമയമുണ്ടാകാൻ, അതിനുള്ള മനസ്സുണ്ടാകാൻ. തന്നെയുമല്ല, റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ആ റമളാനിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. നോമ്പെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഖുർആൻ പാരായണം അത് സ്വർഗത്തിന്റെ മാർഗമാണ്. അപ്രകാരം ഖിയാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി റമളാനിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ താക്കോലാണെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. വെറുതെ അത് ചെയ്യാനുള്ളതല്ല, അത് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് സ്വർഗത്തിലേക്കുള്ളതാണ്. അറിയാമല്ലോ, റമളാൻ വന്നാൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവസരമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി റഹ്മാനായ നാഥൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തിന് റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യദ്ഖുലുഹാ ഇല്ല സ്വാഇമൂൻ. നോമ്പ് നോറ്റവരല്ലാതെ ആ വാതിലിലൂടെ കടക്കുകയില്ല. നിസ്കാരത്തിന്റെ കാര്യം പറയണ്ട, ഖുർആൻ പാരായണത്തിന്റെ കാര്യം പറയണ്ട. സ്വർഗത്തിലെത്തിയാൽ പോലും അല്ലാഹു തആല ഖുർആൻ ഓതാൻ പറയുന്ന ഹബീബായ റസൂലുള്ള പറയാണ്, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ. ഖുർആനിന്റെ ആളോട് സ്വർഗത്തിൽ വെച്ച് പറയപ്പെടുന്നതാണ്, ഇഖ്റ, നീ ഖുർആൻ ഓത്, വർത്തഖി, എന്നിട്ട് നീ ഇങ്ങനെ ഉയർന്നോ, വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയാ. ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്നത് പോലെ നീ ഇവിടെ നിന്നും ഖുർആൻ ഓതിക്കോ. എന്നിട്ട് പറയും, എവിടെയാണോ നീ അവസാനത്തെ ആയത്തോതുന്നത് അത്രയും ഉയരത്തിലാണ് നിന്റെ സ്ഥാനം, അവിടെയാണ് നിന്റെ സ്ഥാനം അവസാനിക്കുന്നത് എന്ന് ആ സ്വർഗവാസിയോട് അല്ലാഹു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ പാരായണത്തിന്, നോമ്പ് നോൽക്കാൻ, റമളാനിൽ നിസ്കരിക്കാൻ ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് തേടുന്നത് എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാണ്. ചിന്തിക്കണം. അതിന്റെ വഴികൾ അല്ലാഹു ഇവിടെ ഇങ്ങനെ വിവരിച്ചിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചയാളായിരുന്നു.
അല്ലാമ ഇഖ്ബാൽ വയോവൃദ്ധനായി പ്രായമേറിയ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ചൊരു സ്വീകരണം നൽകപ്പെടുകയുണ്ടായി. അദ്ദേഹം നബിയെ ഒരുപാട് പ്രകീർത്തിച്ച വലിയ ഒരു കവിയാണ്, പ്രവാചക സ്നേഹിയാണ്. അല്ലാമ ഇഖ്ബാലിന് ഡൽഹിയിലെ ആ പരിപാടിയിൽ സ്വാഗതം പറയുന്നയാൾ ഇഖ്ബാലിനെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കെ, ഇഖ്ബാലിൻ നബിയോടുള്ള ആ സ്നേഹം ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കെ, പെട്ടെന്നയാൾ ഒരു കവിത പാടി നബിയെ കുറിച്ച്. റസായേ ഖുദാ റസായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്താണോ അള്ളാഹുവിന്റെ ഇഷ്ടം, അത് തന്നെയാണ് മുഹമ്മദ് റസൂലിന്റെ ഇഷ്ടം എന്ന് പറയുന്ന ആ കവിത അങ്ങ് പാടിയപ്പോൾ അല്ലാമ ഇഖ്ബാൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്വാഗതം പറയുന്നയാളുടെ തോളിൽ പിടിച്ചു. എന്നിട്ട് അയാളോട് മെല്ലെ മന്ത്രിച്ചു, സഹോദരാ, ഒന്ന് മാറി നിൽക്കുമോ? എന്റെ മനസ്സിൽ ഒരു മദ്ഹിന്റെ ഈരടി വരുന്നുണ്ട്, അത് ഞാനൊന്ന് പാടട്ടെ. അയാൾ മാറി നിന്നു. ഇഖ്ബാൽ ജനങ്ങളുടെ മുമ്പിൽ പാടിയതാണ്, ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, ഖുദാ ന ലഗായേ ജഹന്നം ഔർ ന ബുജായേ മുഹമ്മദ്. അല്ലാഹു ഒരു സ്വർഗമുണ്ടാക്കി, മുഹമ്മദ് അതിൽ കൊണ്ടുവന്ന ആളുകളെ പാർപ്പിച്ചു. അല്ലാഹു ഒരു നരകമുണ്ടാക്കി, മുഹമ്മദ് അതിനെ ഊതിക്കെടുത്തി. ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബി അല്ലാതെ മറ്റാരാണ്? പ്രിയപ്പെട്ടവരെ, ആരാണ് ലോകത്തെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിയാണോ? ഏതെങ്കിലും സിനിമാ തമ്പുരാക്കന്മാരാണോ? ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളാണോ? മനസ്സിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ അഭിമാനത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. ഈമാനിന്റെ വെളിച്ചം നമുക്ക് പകർന്നു നൽകിയ, എല്ലാ നന്മകളും ലോകത്തിന്റെ മുമ്പിൽ മനോഹരമായി അവതരിപ്പിച്ച ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, അല്ലാഹു ഉണ്ടാക്കിയ സ്വർഗത്തെ അലങ്കരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം, സന്തോഷ വാർത്ത സ്വർഗത്തെ കുറിച്ചായി അല്ലേ? നബിയുടെ പ്രത്യേകത എന്താ? നബിയുടെ ഒരു പേര് തന്നെ ബഷീർ എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് പേരിടും ബഷീർ, അത് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരാണ്. മുബശ്ശിർ, സന്തോഷം പറയുന്നയാൾ. എന്ത് സന്തോഷാ പറഞ്ഞത്? ദുനിയാവിലുള്ള എന്തെങ്കിലും സന്തോഷാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള വിഭവസമൃദ്ധമായ ലോകത്തെ കുറിച്ചാണോ? ദുനിയാവിനെ കുറിച്ച് സന്തോഷമല്ല പറഞ്ഞത്, ഐഹിക ലോകത്തിന്റെ സങ്കടങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ഇത് വഞ്ചനയുടെ ലോകമാണെന്നാ പറഞ്ഞത് അല്ലേ? ദുനിയാവിന്റെ ക്ലേശങ്ങളെ കുറിച്ച്, ഇതിന്റെ വിലകേടിനെ കുറിച്ചാ പറഞ്ഞത്, ഇതിന്റെ നശ്വരതയെ കുറിച്ചാ പറഞ്ഞത്, ഇത് നശിക്കാനുള്ളതാണെന്നതിനെ കുറിച്ചാ പറഞ്ഞത്. ഇതിനെ കഴുതയുടെ ശവത്തോട് സമാനമാക്കുകയാ ചെയ്തത്. ദുനിയാവിന്റെ ഓരോ അവസ്ഥകളെ കുറിച്ചും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ശാശ്വതമല്ല എന്നും അത് നശിക്കുന്നതാണെന്നും അള്ളാഹു തമ്പുരാന്റെ ആ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ച് മുഹമ്മദ് റസൂൽ പറയുകയായിരുന്നു. സന്തോഷം പറഞ്ഞതിനെ കുറിച്ചാ, സ്വർഗത്തെ കുറിച്ച്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹ് പറയാണ് നബിയേ, ഇന്നാ അർസൽനാക, നിശ്ചയമായും തങ്ങളെ നാം അയച്ചിരിക്കുന്നു, ഷാഹിദ, സാക്ഷിയായിട്ട് അയച്ചിരിക്കുന്നു, വമുബശ്ശിറ, സന്തോഷം പറയുന്നയാളായിട്ട് അയച്ചിരിക്കുന്നു. അല്ലേ? എന്താ സന്തോഷം? സ്വർഗത്തെ കുറിച്ച് സന്തോഷം.
നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഈ സ്വർഗം എന്ന ഒന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, സംഭവം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് മതി. അതിനപ്പുറമുള്ള കാര്യമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗം കണ്ടു എന്നത്. അതൊരു വലിയ വിശ്വാസമാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾ ആവേശം കൊള്ളണം. നമ്മുടെ ഹബീബ് സ്വർഗത്തിൽ കടന്നു, ആ സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചു. റസൂലുള്ള പറയാണ്, ഈ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു ഹബീബായ റസൂലിനെ സ്വർഗത്തിലൂടെ കൊണ്ടുപോയി. അവിടുന്ന് പറയുന്നു, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫഇദാ ഫീഹി റുമൈസ, ഞാൻ അവിടെ റുമൈസയെ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ചെന്നപ്പോൾ മുത്തുനബി അവിടെ കാണുകയാണ് റുമൈസ ബീവിയെ. ചിന്തിക്കണം, നമ്മുടെ സഹോദരിമാർക്ക് എന്തേ റുമൈസ ബീവിയെ പോലെ ഒരു സ്ത്രീ ആയിക്കൂടാ? നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് റുമൈസ ബീവിക്ക് സമാനയാവാത്തത്? നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺകുട്ടികളും റുമൈസ ബീവിയെ എല്ലാ രീതിയിലും മാതൃകയാക്കേണ്ടതാണ്. എന്തേ കാര്യം? എങ്കിലേ റുമൈസ ബീവിയെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞതുപോലെ ആ റുമൈസ ബീവിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാന്റെ ഹബീബ് സ്വർഗത്തിൽ അവസരം നൽകുകയുള്ളൂ. ഫഇദാ ഫീഹി റുമൈസ, അവിടെ ഞാൻ റുമൈസയെ കണ്ടു. റുമൈസ ബീവി അറിയപ്പെട്ടിരുന്നത് ഉമ്മു സുലൈം എന്നതായിരുന്നു. സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണമോ ആ സവിശേഷതകൾ മുഴുവനും ഉള്ളയാളായിരുന്നു മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. സഹോദരിമാര് ചിന്തിക്കണം, സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ എല്ലാം. നബിയോട് വലിയ സ്നേഹമായിരുന്നു. സഹോദരിമാർക്ക് അങ്ങനെ ഉണ്ടോ? അല്ലാഹു ആലം. കാണുന്ന സീരിയലുകൾ എത്രയാ? ചിന്തിക്കണം. പത്രം വന്നാൽ ഈ പ്രിയപ്പെട്ട നാട്ടിലെ സഹോദരിമാരങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പത്രം വന്നാൽ അതിലുണ്ടാവും ഇന്നത്തെ സിനിമകൾ ഏതൊക്കെ ടി വിയിൽ വരുന്നു, ഏതൊക്കെ ചാനലിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമകളുടെ പരസ്യം ഉണ്ടാവും. അത് വായിച്ച് അതിനനുസൃതമായി ടി വിയുടെ മുമ്പിൽ പോയിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലങ്ങളിലൊക്കെ മക്കളോടുകൂടെ ഭർത്താവിനോടുകൂടെ ഒരു മടിയുമില്ലാതെ സിനിമ കാണുന്നവർ, സീരിയലിന്റെ മുമ്പിലിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 മണിക്കൂർ പടച്ച തമ്പുരാന്റെ യാതൊരു വിചാരവും ചിന്തയുമില്ലാതെ കഴിഞ്ഞുകൂടുന്നവർ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കുന്നയാളാണ്. റുമൈസ ബീവിക്ക് വലിയ ഇഷ്ടമാണ്. തന്നെയുമല്ല, റുമൈസ റളിയല്ലാഹു അൻഹ മുഹമ്മദുർ റസൂലുമായി മുലകുടി ബന്ധത്തിലൂടെ ഒരടുപ്പവുമുണ്ട്. മുലകുടി ബന്ധത്തിലൂടെയുള്ള ഒരിളയമയായിരുന്നു മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. നബി ഇടക്കിടക്ക് അവരുടെ വീട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി പോകും. വിശ്രമിക്കാൻ ചെന്നാൽ ഹബീബായ നബിയെ ഇങ്ങനെ നോക്കി നിൽക്കും. മുത്ത് റസൂലിന്റെ മുഖത്ത് നോക്കിയ സ്നേഹം ഇങ്ങനെ അയവിറക്കും. അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ട സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ ആസ്വദിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം മുഹമ്മദുർ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നു. സുന്ദരമായ വെളുത്ത് തുടുത്ത് ചുവപ്പ് നിറം കലർന്ന അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ, മനോഹരമായ നെറ്റിത്തടത്തിൽ മുത്തുമണികൾ പോലെ ആ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വരുമ്പോ റുമൈസ ബീവി റളിയല്ലാഹു അൻഹ ഒരു പഞ്ഞിക്കെട്ടുമായിട്ട് വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ ആ നെറ്റിത്തടത്തിലുള്ള വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒപ്പിയെടുക്കുമായിരുന്നു. ഓരോ ദിവസം ഓരോ തുള്ളികൾ കിട്ടും. ആ തുള്ളികൾ ഇങ്ങനെ സൂക്ഷിക്കും. ആ തുള്ളികൾക്ക് എന്തൊരു സുഗന്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചു റുമൈസ ബീവി. അത് സ്നേഹപ്രകടനല്ലാതെ എന്താ?
അള്ളാന്റെ ഹബീബിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഞെട്ടി ഉണർന്നു. അള്ളാന്റെ ഹബീബ് ഞെട്ടി ഉണർന്നു. ചോദിച്ചു, റുമൈസ, എന്താ നീ ചെയ്യുന്നത്? എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്താണ് ഈ പഞ്ഞിയുമായി നിൽക്കുന്നത്? എന്താണ് നിന്റെ കയ്യിലുള്ളത്? റുമൈസ ബീവി മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹാദാ അറഖുക, ഇത് അങ്ങയുടെ വിയർപ്പാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് റുമൈസ എന്റെ വിയർപ്പ് നീ എടുത്തത്? അവിടുന്ന് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ വിയർപ്പ് നല്ല സുഗന്ധമാണ്. ഹാദാ മിൻ അത്തിയത്തി ത്വീബ്, ഇത് ഏറ്റവും നല്ല സുഗന്ധമാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നർജൂ ബിബറകതിഹി ലിസിബിയാനിനാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടാകുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് അവരെ വാസനിപ്പിക്കാം, അതല്ലെങ്കിൽ ഈ മരുന്നായിട്ടൊരു തുള്ളി അവർ കുറ്റിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇങ്ങനെ സ്നേഹിച്ചയാളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പ് കണങ്ങളെപ്പോലും ഇഷ്ടപ്പെട്ടയാളായിരുന്നു. പിന്നെ അവിടുത്തെ സുന്നത്ത് പറയണ്ടോ? പിന്നെ അവിടുത്തോടുള്ള ആദരം പറയണ്ടോ? എന്റെ സഹോദരിമാരെ ആലോചിക്കണം. മനസ്സിന്റെ ഉള്ളിൽ പല തമ്പുരാക്കന്മാരെയും പ്രതിഷ്ഠിച്ചവരാ നമ്മള്. നമുക്കെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുമെന്നാലോചിക്ക്. ചിന്തിക്കണം. നമ്മൾ ഏത് സിനിമാ താരത്തെ കുറിച്ച് ചോദിച്ചാലും അവരുടെ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും അവരുടെ കല്യാണത്തെ കുറിച്ചും തകർച്ചയെ കുറിച്ചും എല്ലാം വളരെ വിശദമായി അറിയുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഈ ജന്മത്തിൽ നമുക്കൊന്നും നേരിൽ കാണാൻ കഴിയാത്ത, മരിച്ചാലൊരു ഉപകാരവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഇവരെയാണോ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്? അതോ നമ്മെ സ്വർഗത്തിലേക്ക് കൈപ്പിടിക്കുന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്? ചിന്തിക്കുക. റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ നല്ല സ്നേഹിച്ച് അങ്ങനെ സ്വർഗത്ത് കിടക്കുന്നയാളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തന്റെ സന്താനങ്ങളെ സമർപ്പിച്ചയാളായിരുന്നു റുമൈസ ബീവി റളിയല്ലാഹു അൻഹ. സഹോദരിമാരും ആ വിഷയത്തിലെ എത്രത്തോളം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ബഹുമാനപ്പെട്ട റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വരികയാണ്. മദീനയിലേക്ക് അവിടുന്ന് വന്നപ്പോൾ ഓരോരുത്തർ ഓരോ സമ്മാനങ്ങളുമായിട്ടാ വരുന്നത്. ചില ആളുകൾ ഈത്തപ്പഴങ്ങൾ നബി തിരുമേനിക്ക് നൽകുന്നു, മറ്റു ചില ആളുകൾ കാരക്ക നൽകുന്നു, ചില ആളുകൾ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് റുമൈസ റളിയല്ലാഹു അൻഹ വരുന്നത് ഒരു പ്രത്യേകമായ സമ്മാനവുമായിട്ടാണ്. യാ റസൂലല്ലാഹ്, എന്റെ ഈ സമ്മാനം അങ്ങ് സ്വീകരിക്കണേ നബിയേ, ഇതല്ലാതെ അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ മറ്റൊരു സമ്മാനവുമില്ല യാ റസൂലല്ലാഹ്. എന്താ സമ്മാനമെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട മകൻ, തന്റെ രക്തത്തിൽ പിറന്ന തന്റെ പൊന്നുമോൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വയസ്സായ മകനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാകുക? സാധ്യാവൂലേ? ഉറപ്പല്ലേ ആവുന്നുള്ളത്. എങ്ങനെയാണത്? മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, മക്കളെ പണ്ഡിതന്മാരാക്കുക. ഇനി പണ്ഡിതന്മാരാക്കിയിട്ടില്ലെങ്കിലും ദീനിന്റെ അടിസ്ഥാനപരമായ അറിവുകളെങ്കിലും നാളെയുടെ തലമുറക്ക് നൽകാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ മുൻകൈ എടുക്കുക. വാപ്പാര് മുൻകൈ എടുക്കണ്ടെന്നല്ല, ഉമ്മമാര് മുൻകൈ എടുക്കുക. അതിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് വലിയ ഒരു വിപ്ലവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എത്ര പറഞ്ഞാലും അതിന്റെ മദ്ഹ് തീരൂല. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ എത്ര മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മദ്രസ 5ാം ക്ലാസ് പാസ്സായവരെയാ ചേർക്കുക.
11.5 വയസ്സിൽ കവിയാത്ത കൊച്ചുകുട്ടികളെയാണ് ദാറുൽ ഹുദയിൽ ചേർക്കുക. 12 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർ ഹുദവിയായിട്ട് വരും. നിലവിലെ പഠന സമ്പ്രദായ പ്രകാരം SSLC കഴിയും, +2 കഴിയും, ഡിഗ്രി കഴിയും, അവർക്ക് PG 1 വർഷം പൂർത്തിയാവുകയും ചെയ്യും. അതോടൊപ്പം അവർക്ക് മതപരമായിരിക്കുന്ന ജ്ഞാനവും ലഭ്യമാകും. മക്കളെ കൊണ്ടുപോയിട്ട് അങ്ങ് സമർപ്പിക്കുക. ആലോചിക്കേ, വാഫി സ്ഥാപനങ്ങൾ SSLC കഴിഞ്ഞിട്ട് അവർക്ക് 8 വർഷക്കാലത്തെ മനോഹരമായ വിദ്യാഭ്യാസം. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ നോക്കൂ, എത്ര സ്ഥാപനങ്ങളാണ്. മാലിക് ദീനാർ, അതുപോലെ നമ്മുടെ തൊട്ടടുക്കലുള്ള ഉദുമ, ചട്ടഞ്ചാല്, ഈ പരിസരങ്ങളിലൊക്കെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ. ജാമിഅ നൂരിയയുടെ സ്ഥാപനം, അതുപോലെ ദാന്തി ദാറുസ്സലാമിന്റെ സ്ഥാപനങ്ങൾ, പള്ളി ദർസുകൾ, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ചേർക്കുന്ന അപൂർവം പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ. ആ മനോഹരമായ സ്വഭാവം റുമൈസ ബീവിയുടെ സ്വഭാവമാണ്. വലിയ ആശങ്കയായിരിക്കും. വേറെ ഏത് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചാലും ആശങ്ക ഉണ്ടാവില്ല, ഇതിന് പറഞ്ഞയച്ചാൽ ആശങ്കയായിരിക്കും. എന്താവും, എന്താ ഉണ്ടാവുക? പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് തന്റെ പുന്നാര മകനായ അനസിനെ റുമൈസ റളിയല്ലാഹു അൻഹ സമർപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മക്കളെ സമർപ്പിക്കുന്ന ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ, റുമൈസ റളിയല്ലാഹു അൻഹയുടെ പിൻഗാമികളാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, ഇത് അതിനുള്ള അവസരമാണ്. ഈ സന്ദർഭം, ഈ വെക്കേഷന്റെ കാലഘട്ടം അതിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടം വല്ലാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോ, മക്കള് വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോ, ദീനിന്റെ മാർഗം പുച്ഛത്തോടുകൂടെ സമൂഹം നോക്കിക്കാണുമ്പോ, ചുറ്റുപാടുകൾ തിന്മകളുടെ പ്രലോഭനങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മാടി വിളിക്കുമ്പോ, അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എത്രയാൾക്ക് കഴിയുമെന്ന് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ. ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതാണ് റുമൈസ റളിയല്ലാഹു തആല അൻഹയെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിന്റെ കാരണമാകുന്നത്, ഒരു പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, അവിടുന്ന് മാതൃക കാണിച്ചത് ആ സ്ത്രീക്ക് ചില സ്വഭാവവിശേഷതകൾ ഉണ്ടാകുമ്പോഴാണ്. എന്താണത്? അവിടുന്ന് പറയുന്നു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് ബഅലഹാ ദഖലത് ജന്നത റബ്ബിഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആണിനെ സ്വർഗം വിളിക്കുക എന്നുള്ള കഥ പറയുമ്പോ കുറെ പറയേണ്ടി വരും. സ്ത്രീയെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ മതി. എന്താണത്? ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരം പെണ്ണ് കൃത്യമായി നിസ്കരിച്ചാൽ അവൾക്ക് സ്വർഗമുണ്ട്. നിസ്കാരം നിർബന്ധമായ ആ ദിവസാണിത്. നിസ്കാരം അല്ലാഹു തആല സമ്മാനമായിട്ട് നൽകിയത്. അശ്രദ്ധ കാണിക്കാൻ പാടില്ല, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. നിസ്കരിക്കാത്തവൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാപം ഏറ്റുവാങ്ങിയ ആളല്ലേ. പ്രത്യേകിച്ച് സഹോദരിമാർ, പുരുഷന്മാരെല്ലാരും നിസ്കരിക്കുന്നവരാണ് എന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെ അവരെ ആക്ഷേപിക്കല്ല. പക്ഷെ എന്നാലും നമ്മളുടെ ചില കൃത്രിമമായ തിരക്കുകൾക്കിടയിൽ ആ ശീലം നമുക്ക് കൈവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. എങ്ങനെ? ഒരു കല്യാണത്തിന് പോയാൽ പിന്നെ നിസ്കാരമില്ല. ഇവിടെ എപ്പോഴാ കല്യാണം നടക്കില്ലെന്ന് എനിക്കറിയില്ല. ചില നാടുകളിൽ കാണാം കല്യാണം ഇപ്പൊ റിസപ്ഷൻ ആയിരിക്കും. അസർ കഴിഞ്ഞ് ഒരു 4 മണി 5 മണിയോടുകൂടെ പോയാൽ ഒരു ഇശാ കഴിഞ്ഞിട്ട് വരിക. അസറിന് ഇപ്പൊ പോകുമ്പോ നിസ്കരിക്കുന്നു വെക്ക. മഗ്രിബ് നിസ്കാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ അത്തരം ഫംഗ്ഷനുകളിൽ മാറ്റിവെക്കുന്ന സാഹചര്യം. എന്തിനേറെ പറയണം, വീട്ടിലൊരാൾ മരിച്ചാൽ പോലും തിരക്ക. മരിച്ചിരിക്കാണ് വീട്ടിലൊരാൾ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. അന്ന് പോലും ആ വീട്ടിൽ ഇങ്ങനെ ആള് വരികയാണ്.
അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളുടെ പകലുകളിൽ ളുഹറില്ല, അസറില്ല, അങ്ങനെ പോവാ പാടില്ല. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നതും ആ ആർത്തവം തീരുന്നതും അവർ ശ്രദ്ധാപൂർവം കാത്തിരിക്കണം. കാരണം എന്താണെന്നറിയോ, അത് തീർന്ന് ഉടനടി അതിന്റെ കുളി നിർവഹിച്ച് അതിന്റെ തൊട്ടുടനെയുള്ള ആ വഖ്ത് അവരെ നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല എങ്ങനെയാണ് അവർക്ക് പ്രതിഫലം തരിക? സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്ത സൗകര്യങ്ങളുണ്ട് അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി. നമ്മളെ പോലെയല്ല. റഹ്മാനായ റബ്ബ് അവർക്ക് ആർത്തവത്തിന്റെ പേരിൽ, പ്രസവരക്തം പുറപ്പെടുന്നതിന്റെ പേരിൽ അല്ലാഹു തആല അവർക്ക് കൂലി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോന്റെ ഒരു കാരുണ്യം നോക്കി നിങ്ങള്, അത് ഖളാ വീട്ടാൻ പറയല്ല. അതേ സമയത്ത് അവർ തൊട്ടുടനെയുള്ള സമയം മുതൽ നിസ്കരിക്കുന്നവരാണ്. അതിന്റെ മുൻപ് അവരാ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. റഹ്മാനായ അല്ലാഹു തആല അവരാ ഉപേക്ഷിച്ചിരിക്കുന്ന, അവര് മാറ്റിവെച്ചിരിക്കുന്ന ആ നിസ്കാരത്തിന് അല്ലാഹു തആല അവർക്ക് കൂലി കൊടുക്കുകയാണ്. കണ്ടോ? പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും അവന് 6-7 ദിവസം ഒരു മാസത്തിൽ ഏതായാലും കൂലി കിട്ടുമല്ലോ. അങ്ങനെയല്ല. ആ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒരു നിസ്കരിക്കണം, ശേഷം നിസ്കരിക്കണം. ചിന്തിക്കണം സഹോദരിമാര്, ചിന്തിക്കണം. ആ നിസ്കാരം തഖ്വയോടെയും വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കാനുള്ള മുഹൂർത്തം കൂടിയാണ്. ആൺകുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയല്ല. നിങ്ങളുടെ പെൺകുട്ടികളായ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികളുണ്ടല്ലോ, അവർക്കൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും നിസ്കാരത്തിൽ. അവരെങ്ങനെയാണ് നിസ്കാര കുപ്പായം ധരിക്കുന്നത്, എങ്ങനെയാണ് അവർ സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ റുകൂഅ് ചെയ്യുന്നത്. ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ താല്പര്യത്തോടെ പലപ്പോഴും ശ്രദ്ധിക്കുമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാറ്റിവെക്കണം. മക്കളെ കൂടെ നിർത്തി നിസ്കരിപ്പിക്കണം. അവരുടെ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. ആ നിസ്കാരങ്ങളിൽ വല്ലപ്പോഴും അവരുടെ ഔറത്ത് വെളിവാകുന്നുണ്ടോ? നിസ്കാരത്തിലുള്ള അവരുടെ ഔറത്ത്, കാലവരുടെ ഔറത്താണത് വെളിവാകുന്നുണ്ടോ? അത് ശ്രദ്ധിക്കണം. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്ന, ജാഗരൂകരാവുന്ന പെണ്ണുണ്ടല്ലോ, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസ്വാമത് ശഹ്റഹാ. റമളാനിൽ അവൾ നോമ്പ് നോറ്റാൽ, ഉമ്മമാരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റമളാനിൽ 6-7 നോമ്പ് സ്വാഭാവികമായും ആർത്തവ രക്തം കാരണത്താൽ അവർക്ക് ഖളാ ആയി പോകും. പ്രസവ രക്തമുണ്ട് എങ്കിൽ അവർക്ക് ഒരുപാട് നോമ്പുകൾ ഖളാ ആയി പോകും. റമളാനിന് ഏതാനും 1 മാസവും 2-3-4 ദിവസങ്ങളുമേ ഉള്ളൂ. അത്ര തന്നെ തികച്ചില്ല. ആ നോമ്പിന്റെ മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ വീട്ടൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ആ നോമ്പ് നിങ്ങൾ വീട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. നിങ്ങൾ നോമ്പ് ഒഴിവാക്കിയതിനും അല്ലാഹു തആലാക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ഖളാ വീട്ടുന്നതിനും അല്ലാഹു ഇരട്ടി പ്രതിഫലമാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ വിചാരിക്കും അന്ന് നോമ്പ് ഒഴിവാക്കിയതിന് അല്ലാഹു തആല നമുക്ക് ശിക്ഷ തരാതിരിക്കും, അല്ലെങ്കിൽ കൂലൊന്നും തരൂല. അതിന് തരും. കാരണം അതും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. ഇവിടെ രണ്ടാമത് നമ്മൾ വീട്ടുമ്പോ അല്ലാഹു തആല അതിന് വേറെ നമുക്ക് തരികയാണ്. സഹോദരന്മാരൊക്കെ അത് ഓർമ്മിപ്പിക്കണം. സഹോദരിമാർ ആ വിഷയം ഗൗരവത്തോടെ ചിന്തിക്കണം. റമളാനിൽ നോമ്പ് നോറ്റാൽ വസ്വാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ, അവരുടെ മറ്റൊരു ബാധ്യതയാണ് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ എല്ലാ ഹറാമിൽ നിന്നും അവർ കാത്തുരക്ഷിക്കുക. ഒരനാവശ്യത്തിലേക്കും പോകാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് ചുറ്റുപാടുകളിൽ പ്രലോഭനങ്ങളുമായി വരുന്നവരോട് വളരെ പരുഷമായി സംസാരിച്ച് ഒരു ഹറാമിലേക്കും ഒരു തെറ്റിലേക്കും പോകാതെ സമ്പൂർണ്ണ ഈമാനോടുകൂടെ ജീവിക്കുക, അവരുടെ ഗുഹ്യസ്ഥാനം കാക്കുക. അതോടൊപ്പം അവരുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുക.
എന്താവും? സ്വർഗം കിട്ടും. ദഖലത്ത് ജന്നത റബ്ബിഹാ. റുമൈസ ബീവി റളിയല്ലാഹു അൻഹാ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും സശ്രദ്ധം പ്രവർത്തിച്ച ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു ഹറാമിലേക്ക് പോയില്ല. സയ്യിദുന അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് ഉമ്മു സുലൈമിനെ വന്ന് കല്യാണം ആലോചിക്കുക. കല്യാണം ആലോചിക്കുമ്പോ ഉമ്മു സുലൈം പറഞ്ഞു, അബൂ ത്വൽഹ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കല്യാണം ആലോചിക്കുന്നത് വളരെ നല്ലതാണ്, എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്കതിന് നിർവാഹമില്ല. അപ്പോൾ ചോദിച്ചു, സ്വർണമാണോ വേണ്ടത്, അതല്ല വെള്ളിയാണോ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം, പകരം എനിക്കൊന്ന് കല്യാണത്തിന് സമ്മതിച്ചാൽ മതി, എന്നെ കല്യാണം കഴിക്കാൻ. നിങ്ങൾ വിധവയാണല്ലോ. പറഞ്ഞു, അല്ല അബൂ ത്വൽഹ, സ്വർണവും വെള്ളിയുമല്ല, ഞാനും നിങ്ങളും ആശയപരമായി വ്യത്യാസമുണ്ട്, ആദർശപരമായി നമ്മൾ വിഭിന്നരാണ്. നിങ്ങൾ കാഫിറായ ഒരു മനുഷ്യനാണ്, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കൂല. ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉമ്മു സുലൈം സദുപദേശം നൽകിയെന്നാണ്. പിന്നെ എങ്ങനെയാ സ്വർഗം കിട്ടാതിരിക്കുക? ചിന്തിക്കണം. മതം നോക്കാതെ, ജാതി നോക്കാതെ, ഭൗതികമായിട്ടെങ്കിലും ഒരു ഗുണം പോലും നോക്കാതെ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ദുരുദ്ദേശത്തോടെ ഒരു മിസ് കാൾ അടിക്കുമ്പോഴേക്ക് അവന്റെ കോളുകൾക്ക് ഉത്തരം നൽകാൻ, വാട്സപ്പിൽ അവനോട് ചാറ്റിംഗ് നടത്തുവാൻ, എന്നിട്ട് അവന്റെ പിന്നാലെ പോകുവാൻ, തനിക്ക് ജന്മം നൽകിയ തന്റെ നാട്ടുകാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും വേദനിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവരും അങ്ങനെ പോയവരും പഠിക്കേണ്ടതാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മു സുലൈമിനെ മാതൃകയാക്കണം. ഉമ്മു സുലൈം എന്താ ചെയ്തത്? അബൂ ത്വൽഹയോട് പറഞ്ഞു, അബൂ ത്വൽഹ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ അബൂ ത്വൽഹ, എങ്ങനെയാണ് മരങ്ങളെയും കല്ലുകളെയും നിങ്ങൾ ആരാധിക്കുന്നത്? ഏതെങ്കിലും മനുഷ്യന്മാര് കൊത്തിണ്ടാക്കിയ മരങ്ങളെയും കല്ലുകളൊക്കെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്? നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചുകൂടെ? വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം ഉമ്മു സുലൈം? അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബ് ഇലാ റസൂലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക, വഅസ്ലിം, എന്നിട്ട് നിങ്ങൾ മുസ്ലിം ആവുകയും ചെയ്യുക. അതല്ലാതെ വേറെ നിർവാഹമില്ല. സഹോദരിമാർ അതൊക്കെ ചെയ്യേണ്ടത്. കോളേജിൽ പഠിക്കുന്ന മക്കൾ, വാട്സാപ്പ് ഉപയോഗിക്കുന്ന കുട്ടികൾ, ഏതെങ്കിലും ആളുകൾ ഇത്തരം ചിന്തകളിലേക്ക് നമ്മളെ അങ്ങ് ക്ഷണിക്കുമ്പോ അവന് ഹായ് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയല്ല, അവനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോവാതിരിക്കുക. നന്നാക്കാലോ, അംറും ബിൽ മഅറൂഫ് നടത്താലോ, നഹ്യുൻ അനിൽ മുൻകർ നടത്താലോ, ചെയ്താ വലിയ പുണ്യല്ലേ? ചിന്തിക്കണം.